ഹലോ ഗൈസ്, സൂര്യനെല്ലിൽ നിന്ന് ബോഡിമെട്ട് വരെ ഒരൊറ്റ യാത്ര 12 കിലോമീറ്ററാണ്. സൂര്യനെല്ലിൽ നിന്ന് ബോഡിമെട്ടിലേക്കുള്ള യാത്ര വളരെ വാഹനത്തിരക്കൊക്കെ കുറഞ്ഞ ഒരു വഴിയാണ് ഇത്. സൂര്യനെല്ലി ടൗണിന് തൊട്ടടുത്ത് താഴെയായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമുണ്ട്. തേയിലത്തോട്ടങ്ങൾക്കിടയിലായിട്ടൊക്കെയുള്ളൊരു മനോഹരമായൊരു വെള്ളച്ചാട്ടമാണ് ഈ കാണുന്നത്. റോഡിൻ്റെ സൈഡിൽ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണാൻ സാധിക്കും. തമിഴ്നാട് അതിർത്തിയായ ബോഡിമെട്ടിലേക്ക് പോകാൻ മൂന്നാറിൽ നിന്ന് വേറെ ഒരു വഴി കൂടെയുണ്ട്. മൂന്നാർ ദേവികുളം പൂപ്പാറ വഴി ബോഡിമെട്ടിലേക്ക് ഒരു വഴി കൂടിയുണ്ട്. കിലോമീറ്റർ കൂടുതലാണ് അതിന്. സൂര്യനെല്ലിയിൽ നിന്ന് പോവുകയാണെങ്കിൽ 12 കിലോമീറ്ററുകൾ മാത്രമേ ഉള്ളൂ. കൃഷിമേഖലയാണ് ഇത് കൂടുതലും. യൂക്കാലി മരങ്ങളാണ് ഇതിന് ചുറ്റും കൂടുതലായിട്ടുള്ളത്. യൂക്കാലി മരങ്ങൾ, ഏലത്തോട്ടങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. വിജനമായ റോഡുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ പൊതുവെ വാഹനങ്ങൾ തന്നെ വല്ലപ്പോഴും ഒക്കെ കാണാറുള്ളൂ. കടകളൊന്നും തന്നെ ഇവിടെ കാണാനില്ല. നമുക്ക് ഭക്ഷണം എന്തെങ്കിലും വേണമെങ്കിൽ ഈ സൂര്യനിൽ നിന്ന് കഴിച്ചിട്ട് വേണം നമുക്ക് യാത്ര തുടങ്ങാനായിട്ട് ഉള്ളത്. ഇവിടെ ഇങ്ങനെ ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട്. വണ്ടിയൊക്കെ നിർത്തി കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഈ പോകുന്ന വഴിക്കുണ്ട്. ഇത് തമിഴ്നാട് ബോഡിമെട്ടിലേക്കുള്ള പ്രധാന റോഡല്ല, അതുകൊണ്ടാണ് ഇവിടെ വാഹനങ്ങൾ കുറവായിരിക്കുന്നത്. പ്രധാന റോഡിലൂടെയാണ് വാഹനങ്ങളെല്ലാം പോകുന്നത്. പ്രധാന റോഡായ മൂന്നാറിൽ നിന്ന് ബോഡിമെട്ടിനുള്ള ഗ്യാപ്പ് റോഡ് വഴിയാണ് പ്രധാന വാഹനങ്ങളെല്ലാം തന്നെ കടന്നു പോകുന്നത്. ഇടതുവശത്ത് കാണുന്ന യൂക്കാലി മരങ്ങളാണ്. ഏക്കറുകളോളം വിസ്തൃതമായി കിടക്കുന്ന യൂക്കാലി തോട്ടങ്ങളാണ് ഇടതു ഭാഗം മുഴുവൻ കാണുന്നത്. വലതുഭാഗത്ത് ചെറിയ തോതിൽ വനത്തിൻ്റെ രൂപത്തിലാണ് കിടക്കുന്നത്. ഇത് ഒത്തിരി ദൂരത്തോളം യൂക്കാലി മരങ്ങൾ തന്നെയാണ് ഇടതുവശത്ത് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ യൂക്കാലി മരങ്ങളൊക്കെ കണ്ട് പതിയെ വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അല്പം ജനവാസ മേഖലയിലെത്തിയെന്ന് തോന്നൽ ജനിപ്പിക്കുന്ന വിധം ചെറിയ 1-2 കെട്ടിടങ്ങളൊക്കെ കണ്ടു. ഇതൊക്കെയാണ് ആ കെട്ടിടങ്ങൾ. ഇവിടെ തോട്ടം തൊഴിലാളികളുടെ താമസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. തൊഴിലാളികൾ താമസിക്കുന്ന ഷെഡുകളും ചെറിയ വീടുകളും ഒക്കെയാണ് ഇവിടെ കൂടുതലായിട്ടും ഉള്ളത്. വീടിൻ്റെ പരിസരത്തും റോഡിലും ഒന്നും തന്നെ ആരെയും കാണുന്നില്ല. അങ്ങനെ ഞാൻ തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലമൊക്കെ കടന്ന് വീണ്ടും വിജനമായ പ്രദേശത്തേക്ക് വണ്ടി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയെങ്ങും ഒരു മനുഷ്യനെ പോലും കാണാനില്ല. ഇവിടുത്തെ റോഡുകളൊക്കെ തന്നെ വളരെ മനോഹരമായ റോഡുകൾ, പൊട്ടിപ്പൊളിയാത്ത നല്ല റോഡുകളൊക്കെ തന്നെയാണ്. പക്ഷേ ഇടയ്ക്ക് ഇതുപോലെയുള്ള നല്ല ഹെയർ പിൻ വളവുകളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് അധികം സ്പീഡിൽ വാഹനം ഓടിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതൊരു ചെറിയ വ്യൂ പോയിൻ്റാണ്. ഈ വളവിൻ്റെ അവിടെ നിന്ന് വ്യൂ കാണാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇടയ്ക്കാണെങ്കിലും വാഹനങ്ങളൊക്കെ വരാറുണ്ട്. ഇവിടുത്തെ പ്രധാന കൃഷി എന്ന് പറയുന്നത് ഏലകൃഷിയാണ്. എവിടെ നോക്കിയാലും ഏലമാണ് ഇവിടെ ഉള്ളത്. ഏലത്തോട്ടത്തിലേക്കായി ഒരുപാട് പണിക്കാരൊക്കെ താമസിക്കുന്ന ഷെഡുകളൊക്കെയാണ് നമ്മൾ മുന്നിൽ കണ്ടത്. ഹിന്ദിക്കാരായ പണിക്കാരൊക്കെയാണ് ഈ ഏലത്തോട്ടങ്ങളിൽ കൂടുതലായിട്ടും പണിയെടുക്കാനായിട്ട് വരുന്നത്. ഇപ്പോൾ ഏലക്കായ്ക്കൊക്കെ അത്യാവശ്യം വിലയുള്ളൊരു സമയമാണ്. പച്ച ഏലക്കായ്ക്ക് 500 രൂപയും ഉണക്ക ഏലക്കായ്ക്ക് 2500 രൂപയുമാണ് ഇപ്പോഴത്തെ വിലയുള്ളത്. പണ്ടൊക്കെ ഇടുക്കിയിലെ സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ വിലയില്ലാത്ത സ്ഥലമൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇടുക്കിയിലൊക്കെ ആണെങ്കിലും സ്ഥലങ്ങൾക്കൊക്കെ നല്ല വിലയാണ്. കാരണം കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ പോലും അവിടെ നമുക്ക് ഏലം കൃഷി ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. 1 ഏക്കർ സ്ഥലത്താണെങ്കിൽ ഏലം കൃഷി ചെയ്യുവാണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യത്തിനുള്ള വരുമാനമൊക്കെ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്ഥലത്തിനൊക്കെ തന്നെ ഇപ്പം ഡിമാൻഡ് വളരെ കൂടുതലാണ്. ഏലത്തോട്ടം പാട്ടത്തിനൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് 1 വർഷത്തേക്കൊക്കെ. അങ്ങനെ വീണ്ടും ചെറിയൊരു ജനവാസ മേഖലയിൽ നിന്ന് തോന്നിപ്പിക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്തി. പണിക്കാരൊക്കെ താമസിക്കുന്ന ഷെഡുകളൊക്കെ തന്നെയാണ് കൂടുതലായിട്ടും ഉള്ളത്. ഈ റോഡ് ഏതാണ്ട് ബോഡിമെട്ടിന് തൊട്ട് മുമ്പായിട്ട് മൂന്നാർ ബോഡിമെട്ട് റോഡിലേക്കാണ് കയറുന്നത്. ഏതാണ്ട് അടുക്കാറായെന്ന് തോന്നി. ഇപ്പോൾ സമയം 5 മണി ആയിട്ടുണ്ട്. പെട്ടെന്ന് മഴ പെയ്യാനുള്ള ഒരു സാഹചര്യമൊക്കെ കാണുന്നുണ്ട്. വളരെ തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ട്. എപ്പോൾ വേണേലും മഴ പെയ്യാം എന്നുള്ളൊരവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. ബോഡിമെട്ട് റോഡിലേക്ക് ഏതാണ്ട് അടുക്കാറായിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെയാണെന്നാണ് മാപ്പിൽ നോക്കിയപ്പം കാണാൻ പറ്റിയത്. ഇതേ ഞങ്ങൾ ബോഡിമെട്ട് റോഡിലേക്ക് കയറി. മൂന്നാർ ബോഡിമെട്ട് റോഡിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ വന്നപ്പോഴത്തേന് കാലാവസ്ഥയ്ക്ക് വലിയ മാറ്റമാണ്. വലിയ കോടമഞ്ഞും മഴയ്ക്കുള്ള ശക്തമായ ചാൻസും ഒക്കെയാണ് കാണുന്നത്. ഇപ്പോൾ വണ്ടിയുടെ വാഹനങ്ങൾക്ക് ലൈറ്റൊന്നും തെളിക്കാതെ പോകത്തില്ല. അതുപോലെ ഭയങ്കരമായിട്ടുള്ള കോടമഞ്ഞൊക്കെയാണ് ഇറങ്ങിയിരിക്കുന്നത്. ബോഡിമെട്ട് തൊട്ടടുത്ത് തന്നെയാണ്. തമിഴ്നാട് അടുക്കും തോറും വളരെ വ്യത്യസ്തമായ ഒരു കാലാവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഇതെന്തോ ഒരു 7 മണിയായ ഒരു പ്രതീതിയാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ സമയം ശരിക്കും പറഞ്ഞാൽ 4 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ തമിഴ്നാട്ടിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതേ ഈ കാണുന്നതാണ് തമിഴ്നാട് ബോഡിമെട്ട് അതിർത്തിയാണ് ഈ കാണുന്നത്. വളരെ വ്യത്യസ്തമായൊരു വൈബാണ് ഇവിടെ വന്നപ്പോഴത്തേന്. എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടൊരു കാലാവസ്ഥയാണ് ഇവിടെ വന്നപ്പോൾ. കേരളത്തിൽ മഴയില്ല, തമിഴ്നാട്ടിൽ നല്ല മഴയും. അത്രയും വ്യത്യാസം വന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലായി വീണ്ടും കാണാം. ബൈ ബൈ.